അപ്പോൾ ഈ തക്കാളി ചെടിയുടെ പരിചരണത്തിൽ നമ്മൾ 4 കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കണം. മസ്റ്റായിട്ട് നമ്മളിൽ സ്യൂഡോമോണസ് വേണം. അപ്പോഴേ ഇന്ന് ഞാൻ ഈ തക്കാളി ചെടി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കുരുടിപ്പൊക്കെ വന്നൊരു വയസ്സൻ തക്കാളി പോലെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇതിന് ഏകദേശം 6 മാസമായിട്ട് ഞങ്ങൾക്ക് തക്കാളി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തക്കാളി ചെടിയാണ്. അപ്പൊ ഇതിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ആവശ്യമില്ലാത്ത തണ്ടുകളൊക്കെ വെട്ടി ഒഴിവാക്കാറുണ്ട്. 6 മാസമായിട്ട് നമുക്ക് വിളവ് തന്നുകൊണ്ടിരിക്കുന്ന തക്കാളിയാണ്. വല്ലപ്പോഴൊക്കെ ഇതിനൊക്കെ ഞാൻ വയസ്സായ തണ്ടുകളൊക്കെ ഇതിനൊക്കെ വെട്ടി ഒഴിവാക്കും, ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. അതുപോലെ ഒരു ജൈവവളം, ഒരു പുളിപ്പിച്ച വളം ഇതിന് കൊടുക്കുകയും ചെയ്യും. പിന്നെ സ്യൂഡോമോണസിന്റെ സ്പ്രേ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ജസ്റ്റ് എല്ലാ ചെടിക്കും ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനെ ഒന്ന് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നമുക്ക് വിളവ് തന്നൊരു തക്കാളി ചെടിയാണ്. അപ്പൊ ഇതിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അതുപോലെ പുതിയൊരു കാഴ്ചകൾ കണ്ടു. ഇപ്പൊ അതിന് പുതിയൊരു ബ്രാഞ്ചസ്, ഇത്രയും തണ്ടുകൾ വയസ്സായപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു പുതിയൊരു ബ്രാഞ്ചും കൂടെ കിളിച്ചു വരുന്നു. അതിനകത്ത് ഇതാ പൂക്കളും ആയിട്ടുണ്ട് നല്ലപോലെ. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് വീട്ടിലും അടിപൊളിയായിട്ട് ഗ്രോ ബാഗ് ഒക്കെ നിറച്ചിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ ഈ തക്കാളി ചെടിയുടെ പരിചരണത്തിൽ നമ്മൾ 4 കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കണം. മസ്റ്റായിട്ട് നമ്മളിൽ സ്യൂഡോമോണസ് വേണം. സ്യൂഡോമോണസ് ഒരു 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഒരു സ്പ്രേ ഇതിൽ കൊടുക്കുക, ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നീം ഓയിൽ നമ്മൾ ഒരു ml 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് തക്കാളി ചെടിക്കെന്നല്ല മുളചെടിക്ക് എല്ലാത്തിലും ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ ഒരു സ്പ്രേ കൊടുക്കുക. വളപ്രയോഗത്തിലോട്ട് വരുമ്പോഴത്തേക്ക് പുളിപ്പിച്ച വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക, ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഈ പുളിപ്പിച്ച വളം ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും യൂട്യൂബ് അക്കൗണ്ടിലും കിടക്കൊണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് മുട്ടത്തോടിന്റെ പൊടിയും എല്ലുപൊടിയും. ഇത് മാസത്തിൽ ഒരിക്കലും നമ്മൾ ചുവട്ടിൽ കൊടുക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് തക്കാളി വളർത്തിയെടുക്കാം.